തുടങ്ങി, ഇതേമാതിരിയൊക്കെ പറയാൻ തുടങ്ങിയെങ്കിലും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ എൻ്റെ ഒരു ആൻറ്റിയുടെ കാലിൽ വളരെ വലിയൊരു പഴുപ്പ്. അത് കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നുകയാണ്, ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ വിശ്വാസികൾക്ക് അടയാളം ഉണ്ടാകും, അവർ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ. ഈ വചനം എൻ്റെ അകത്ത് ഇങ്ങനെ തിങ്ങി മുട്ടുകയാണ്. ഞാനൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയാലോ? അപ്പൊ വീണ്ടും തോന്നും, അയ്യോ നമ്മൾ പ്രാർത്ഥിച്ചാൽ വല്ലത് നടക്കും. ഇതാ നമുക്കുണ്ടാകുന്ന ഒരു ഫ്രെജിലിറ്റി. പക്ഷേ എനിക്ക് എന്തോ കൂടുതൽ പ്രചോദനം തോന്നി. ഏതായാലും നമ്മുടെ വല്യമ്മയല്ലേ, നമ്മുടെ ഒരു ആൻറ്റിയല്ലേ, ഇപ്പൊ സുഖമില്ല ആയില്ലെങ്കിൽ വേണ്ട. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ഒന്ന് ടേസ്റ്റ് ആൻഡ് സീ, ഇല്ലേ, നീ ഒന്ന് രുചിച്ചറിയുവിൻ. ഞാനിങ്ങനെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ വിശ്വാസികൾക്ക് അടയാളമുണ്ടാവും, അവർ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ. ഞാനൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ആ വലിയമൊന്ന് ഇങ്ങനെ നോക്കിയെന്നെ, നീ പ്രാർത്ഥിച്ചാൽ വല്ലതും നടക്കും. അച്ഛന്മാരും വലിയ വലിയ ആൾക്കാരും പ്രാർത്ഥിച്ചാലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു, ഈശോയുടെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഏത് വിശ്വാസിയും പ്രാർത്ഥിച്ചാൽ നടക്കുന്നല്ലേ എൻ്റെ അർത്ഥം. പ്രാർത്ഥിച്ചോ, പറഞ്ഞില്ലെങ്കിൽ വേണ്ട. ഓക്കെ, ഞാൻ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. പിന്നെ ഓരോ നിമിഷത്തിലും വന്ന് ഓടി നോക്കുകയാണ്, വല്ലതും സംഭവിച്ചോ. 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാം. അപ്പോൾ വീണ്ടും പറഞ്ഞു, ഈ മരുന്ന് കഴിച്ചാൽ, ഒരു ഗുളിക കഴിച്ചാൽ തന്നെ രോഗം മാറുമോ? അത് പല പ്രാവശ്യം കഴിക്കണം, പല ദിവസം കഴിക്കണം എന്നൊക്കെ ഉള്ള ആശയങ്ങൾ ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പക്ഷെ എന്നാലും അതൊരു വലിയ കാര്യമല്ലേ, ഇല്ലേ? നമ്മൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് രോഗം മുഴുവനും മാറണമെന്നില്ല. എനിവേ, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ വഴി ഞാൻ ഓടി വന്ന് നോക്കിയപ്പോ എന്താ, ആ വ്രണം കാണുന്നില്ല. എനിക്ക് ആ സമയത്ത് എന്റെ വിശ്വാസം ചെക്കപ്പ് ചെയ്തത്, ഇല്ലേ, നമ്മുടെ വിശ്വാസത്തിന്റെ വലിയ ഒരു മലകയറ്റം എന്ന് പറയും, വലിയ ഒരു ഉണർവായിരുന്നു. ഞാനങ്ങ് തുള്ളിച്ചാടാൻ തുടങ്ങി. ഞാനങ്ങ് ഭയങ്കര, ഈ അമ്മായിക്കും ഭയങ്കര സന്തോഷമായി. ആൾക്കാരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങി. ഈ തോങ്ങി നടന്നിരുന്ന അമ്മായി കാലിൽ ഇതേമാതിരി കെട്ടും അതൊക്കെ മാറ്റിയിട്ട്, എങ്ങനെ നമ്മുടെ തോമസ് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ തോമസ് പ്രാർത്ഥിച്ചപ്പോൾ രോഗം മാറി. നമ്മുടെ തോമസ്. അപ്പോ നമ്മൾ ഓരോരുത്തരിലും ഇതുണ്ട്, ഇത് ഒളിഞ്ഞിരിക്കുന്നു. ആ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗണേശൻ പ്രാർത്ഥിച്ചപ്പോ സുഖം മാറിയെങ്കിൽ നമ്മള് ഒരു സാധാരണ വിശ്വാസിയാണ്. ഞാനൊരു അക്ഷരമോ അല്ലെങ്കിൽ വലിയ അഭിഷേകമോ ഒന്നും നമുക്കില്ല. അപ്പൊ നമ്മൾ അങ്ങനെ സാധാരണക്കാരിലൂടെ ദൈവം സാധാരണമായ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അന്നാണ് ഞാൻ ഈ രോഗശാന്തി വരം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടെന്ന് ശക്തമായിട്ട് വിശ്വസിക്കാൻ പറ്റിയത്. അതിനെ തുടർന്ന് രോഗികളെ കാണുമ്പോൾ ഓടിച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരെങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും അവരെ സൗഖ്യപ്പെടുത്തണം. ഇതൊരു ഡെമോൺസ്ട്രേഷനാണ്, ഇത് വിശ്വാസത്തിന്റെ ഒരു ഡെമോ ആണ്. ഇതില്ലേ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾക്ക് വലിയ രോഗശാന്തികളുടെ അനുഭവം ഉണ്ടായി. ഒരു ചെറിയ ഇതുപോലെയുള്ള ഒരു റിട്രീറ്റില്, ചെറിയ ഗ്രൂപ്പിൽ ഒരു ധ്യാനത്തില് രോഗശാന്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദർശനത്തിൽ ഇങ്ങനെ കാണുകയാണ്, ഒരു ഹൃദയത്തിൽ ഒരു ചെറിയ ദ്വാരം, ആ ദ്വാരത്തെ
ഈശോയുടെ വിരലുകൾ തൊട്ട് അത് അടയുന്നതായിട്ട്. ഇതെനിക്ക് നീ വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇതാ ഇപ്പോൾ ഹൃദയത്തിൽ ദ്വാരമുള്ള ഒരാളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. മനസ്സിലായോ? ഇങ്ങനെയാണ് ആ വിളിച്ചു പറയലുണ്ടാവുന്നത്. അതൊരു വരദാനമാണ്. ദർശനം കർത്താവ് തരുന്നു, അല്ലെങ്കിൽ വേർഡ് ഓഫ് നോളജ്, ആ വരകൾ നമ്മളിലുണ്ട്. അത് ആ സമയത്ത് കർത്താവ് ഉപയോഗിക്കുന്നു. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ഒരു സഹോദരി അത് ഞാനിവിടെ പറഞ്ഞുകൊണ്ട് അവർക്കത് കൃത്യമായിട്ട് അനുഭവമാണ്. അവരുടെ ഹൃദയത്തിനൊരു ദ്വാരമായിട്ട് അതിനെ സുഖപ്പെടുത്താനും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു അമ്മച്ചിക്ക് ആ ഓപ്പറേഷൻ ചെയ്യാൻ വല്ല സാഹചര്യം ഉണ്ടാവും? എന്തോരം പൈസ വേണം ഒരു സർജറി ചെയ്യാൻ? അങ്ങനെ വളരെയധികം വിഷമിച്ച് വേദനിച്ച് ഇതെന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഈ ധ്യാനം കൂടാൻ വന്നപ്പോൾ ഇതാ കർത്താവ് അത് തൊട്ട് സുഖപ്പെടുത്തി. അത് അറിഞ്ഞതോടുകൂടി ഈ ആളുകളെല്ലാം ആർപ്പ് വിളികളോടെ എല്ലാവരുടെയും വിശ്വാസം വർദ്ധിച്ചോ ഇല്ലയോ? അപ്പൊ ഈ വരദാനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ വിശ്വാസത്തിന്റെ വലിയ പ്രകടമായ വർധനമുണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. അവിടെ ആ രോഗിയുടെ സൗഖ്യം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ല നെയ്യപ്പം തിന്നാൽ 2 ഗുണം എന്ന് പറയലേ. കർത്താവിന് ആവശ്യം ഇവിടെ ഈ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനൊരു അടയാളം കാണിക്കണം. പക്ഷെ അടയാളം മൂലം ഒരുവന് രോഗശാന്തി കിട്ടുന്നു എന്നതാണ്. അപ്പോൾ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഒരു നല്ല സാഹചര്യത്തിലും രോഗശാന്തി തരാം. പക്ഷെ പ്രധാന ഉദ്ദേശം നമ്മുടെയും അവരുടെയും അതറിയപ്പെടുന്നവരുടെ എല്ലാവരുടെയും വിശ്വാസം വർദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസത്തിന് നല്ല കരുത്തുണ്ടാകും അതോടുകൂടി. അതെ, എന്താ വിശ്വാസത്തിന്റെ കരുത്ത്? കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, വിശ്വാസിക്ക് അടയാളം ഉണ്ടാവും. അവൻ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിൽ തന്നെ നമുക്ക് വിശ്വാസമായി. ആ വചനം മാത്രമല്ല, ഈ സുവിശേഷത്തിലെ വചനം മുഴുവനിലും നമുക്ക് ശക്തമായ വിശ്വാസമായി. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളതെല്ലാം കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത് സംഭവിക്കുകയില്ലയോ? അതെല്ലാം ഇതിന്റെ കണക്ഷനാണ്. അപ്പൊ നമ്മൾ ഈ വചനം ദൈവം അരുളി ചെയ്തിരിക്കുന്നതാണ്. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനിയും സംഭവിക്കേണ്ടതാണ്. ഇത് നമ്മൾ ഇത്തരത്തിലുള്ള പ്രകടമായ വരദാന ഉപയോഗങ്ങളിലൂടെയാണ്. ഇപ്പൊ സമരിയക്കാരിയുടെ അടുത്ത് ഈശോ വന്നപ്പോ സമരിയക്കാരിയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ. അവള് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അപ്പൊ ഈശോ പറയുകയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പൊ ഉള്ളവൻ നിന്റെ ഭർത്താവല്ല. അത് കേട്ടതോടെ ഇവളാകെ അന്തപ്പെട്ടു. അവളുടെ ബയോഗ്രഫി 2 സെന്റൻസിൽ പറഞ്ഞ കണ്ടോ? ബയോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിന്റെ മുഴുവൻ ഗ്രാഫ്, അതാണ് ബയോഗ്രാഫ്. നമ്മുടെ ബയോളജിക്കൽ ഗ്രോത്തിന്റെ ഒരു ഗ്രാഫാണ്. അവളുടെ ജീവിതത്തിന്റെ ഒരു ഗ്രാഫ് കർത്താവ് ഉടനെ അവിടെ വരച്ചു കാണിച്ചു. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോ നീ. വാസ്തവത്തിൽ അവളുടെ ജീവിതത്തിന്റെ ഏറ്റവും വേദനാജനകമായ ഒരു കാലഘട്ടങ്ങളുടെ ഒരു അഴിക്കലായിരുന്നു. ഭർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ വിവാഹം കഴിഞ്ഞു, അത് ശരിയായില്ല, വിവാഹമോചനം നടന്നു, വീണ്ടും കഴിച്ചു, വീണ്ടും ജനമായി. ഇങ്ങനെ 5 പേര്. നമുക്കറിയാം ഒരു ഭർത്താവിന്റെ കൂടെയുള്ള ജീവിതത്തിന്റെ അവസ്ഥ. ഭർത്താക്കന്മാരെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയണല്ല. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള പ്രധാനമായ ടെൻഷനുകൾ നമുക്കറിയാം. അങ്ങനെ 5 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ച അവളുടെ അവസ്ഥ. എനിവേ, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നൗ ഈസ്, അവൾക്ക് അത്ഭുതപ്പെട്ട് എങ്ങനെ ഇയാളിതറിയാം, എങ്ങനെ ഇദ്ദേഹത്തിന് ഇത് അറിയാം. ഇതായിരുന്നു അവൾ പുറത്തു പോയി പ്രഘോഷിച്ചത് മുഴുവനും. അവൾ പോയി പറയുകയാണ്, ഇതാ എന്നെ കുറിച്ച്
എൻ്റെ ജീവിതത്തിലെ രഹസ്യങ്ങൾ പറഞ്ഞ ഒരാൾ, ഇവൻ തന്നെയല്ലേ ക്രിസ്തു. ഒന്നെല്ലാവരും ഒന്ന് കൈവീശി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച യേശുവേ, ഈ വരദാനങ്ങൾ, പരിശുദ്ധാത്മാവേ, ഈ വരദാനങ്ങൾ ഞങ്ങളിൽ പ്രകടമാക്കണമേ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ഈ വരദാനങ്ങൾ ഞങ്ങളിൽ പ്രകടമാക്കണമേ. ഈ വരദാനങ്ങളെ ഞങ്ങൾ ജ്വലിപ്പിക്കണമേ. ഈ വരദാനങ്ങൾ ഞങ്ങൾ ജ്വലിപ്പിക്കണമേ. ഇപ്പൊ നിങ്ങൾക്കൊരു ദാഹം തോന്നുന്നുണ്ടോ? ഈ വരദാനങ്ങളെല്ലാം നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ പ്രകടമായി പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾ റെഡിനെസ് തോന്നുന്നുണ്ടോ? അത് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ബി ഓപ്പൺ ടു ദ വർക്കിംഗ് ഓഫ് ദ സ്പിരിറ്റ്. നമ്മൾ ഈ അല്ലെ അതൊന്നും എന്നില്ലാതൊന്നുമില്ല, അതൊക്കെ അങ്ങനെ ഈ തോമസ് പോൾ അങ്ങനെയൊക്കെ പറയണല്ലേ, എനിക്ക് അങ്ങനെ വരവൊന്നുമില്ല, നമുക്ക് നാളെ വന്ന വഴി തന്നെ പോകാം. അതിനാണോ നിങ്ങളിവിടെ വന്നത്? അല്ല. തോമസ് പോൾ പറഞ്ഞത് കൊണ്ടല്ല, കർത്താവിന്റെ വചനവും കർത്താവിന്റെ ജ്ഞാനവും ഈ സത്യം നിങ്ങളോട് പറയുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വരദാനങ്ങളും എല്ലാ ആത്മീയ ശക്തികളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞിട്ട് പറയാണ്, ഞാൻ എൻ്റെ കൂടെ ഉണ്ട്. വിട്ടുവീഴ്ച പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് അടയാളം ഉണ്ടാകും, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഇത് പിശാചുക്കളെ ബഹിഷ്കരിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശക്തി കൊണ്ടാണോ പിശാച് പോകുന്നത്? ഇതാ പഠിക്കേണ്ടത്. എന്താ അതിന്റെ ആദ്യത്തെ സംഭവം? ഈ പിശാചിന്റെ പ്രവർത്തനത്തെ യേശു തന്റെ കുരിശിലൂടെ പണ്ടേ കീഴടക്കിയിരിക്കുന്നു. യേശു സർവാധിപനാണ്. പിശാചാര കാറ്റഗിസത്തിൽ 395 പറയുകയാണ്, പിശാച് ദൈവത്തിന്റെ സൃഷ്ടി മാത്രമാണ്. ദൈവത്തിന്റെ ശക്തി അനന്തമാണ്, എന്നാൽ പിശാചിന്റെ ശക്തി അനന്തമല്ല. എന്തുകൊണ്ടെന്നാൽ പിശാച് ഒരു സൃഷ്ടിയാണ്. എന്ന് വിചാരിച്ച് ദൈവം പിശാചിനെ സൃഷ്ടിച്ചോ? അതും അല്ല. എങ്ങനെയാണ് പിശാച് ദൈവത്തിന്റെ സൃഷ്ടിയാകുന്നത്? പിശാചിനെ ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചു. ആ മാലാഖമാർ 395 കാറ്റഗിസത്തിൽ. എങ്കിലും പിശാചിന്റെ ശക്തി അനന്തമല്ല, അവൻ ഒരു സൃഷ്ടി മാത്രമാണ്. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും ഒരു സൃഷ്ടിയാണ്. ദൈവത്തിന്റെ നിർമ്മിതി തടയാൻ, ദൈവരാജ്യത്തിന്റെ നിർമ്മിതി തടയാൻ അവൻ ശക്തനല്ല. അപ്പൊ ഇത് നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യം. നമ്മൾ മുഴുവനും പിശാചിനെ കോൺസെൻട്രേറ്റ് ചെയ്തല്ല ജീവിക്കേണ്ടത്. ആരെ കോൺസെൻട്രേറ്റ് ചെയ്താ ജീവിക്കേണ്ടത്? ദൈവത്തെയും ദൈവത്തിന്റെ സർവാധിപ ശക്തിയെയും. മറിച്ച് ഇപ്പോ ഒരിക്കലൊരു ഉണ്ടായ സംഭവം ഞാനത് പറയാം. ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ അനന്തരവൻ, എൻ്റെ നെവ്യൂ, അവന് ഒരുപാട് ആർഗ്യുമെൻ്റാണ്. ഇപ്പം നമ്മളുടെയും കൂട്ടത്തിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് നമ്മൾ ആർഗ്യുമെൻ്റ് ചെയ്യും. അപ്പം യങ്സ്റ്റേഴ്സിനും കൂടിയുള്ള ഒരു സന്ദേശമാണ്. അപ്പം അയാൾ പറഞ്ഞു, എനിക്ക് ഇവരുടെ ആർഗ്യുമെൻറ്റിന് മുഴുവൻ ഉത്തരം കൊടുക്കാൻ പറ്റാതെ, അതുകൊണ്ട് സാറൊന്ന് നേരുമായിട്ടൊന്ന് തർക്കിക്കാമോ? ക്യാൻ യു ആർഗ്യൂ? അപ്പൊ അവൻ വന്നിട്ട് പറയാണ്, എനിക്ക് നിങ്ങളുമായിട്ടൊരു ആർഗ്യുമെന്റ് ചെയ്യണം. ശരി, ആർഗ്യുമെന്റ് ചെയ്യാം. അപ്പൊ പുള്ളി പറഞ്ഞു വന്നത് പ്രധാനമായിട്ട് ഇതാണ്: എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടത് ഇന്നത്തെ സഭയുടെ നിലപാടും ഇന്നത്തെ വൈദികരുടെയും വിശ്വാസികളുടെ എല്ലാം ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു.
അതാണ് അവൻ്റെ ആർഗ്യുമെന്റിന്റെ പോയിന്റ്. അതുകൊണ്ട് ഈ സഭ പറയണത് തെറ്റാണ്, ഇവര് പറയണത് തെറ്റാണ്, അച്ഛന്മാർ ചെയ്യണത് തെറ്റാണ്, പോപ്പ് പറയണത് തെറ്റാണ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനും അതേ സഭയിൽ തന്നെയാണ്, എന്നിട്ട് എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. മനസ്സിലായി? ടു ബ്രിങ് ദ പോയിന്റ് ഷോർട്ട്, ഞാൻ അവരോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആ എക്സ്പ്രഷൻ തന്നെ തെറ്റാണ്. വിശ്വാസം നിനക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ എറ്റേണൽ ഗിഫ്റ്റ്. വിശ്വാസം എന്നത് ഒരു ആത്മീയ ദാനമാണ്. അതൊരിക്കലും നമുക്ക് ലഭിച്ചാൽ അത് നഷ്ടപ്പെടില്ല. ഞാൻ പണ്ട് പള്ളിയിൽ പോയിരുന്നു, പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ. ഇപ്പൊ എനിക്കതൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. എനിക്ക് വേണ്ട, എനിക്ക് വിശ്വസിക്കാനും തോന്നുന്നില്ല. ശ്രദ്ധിക്കണം, എല്ലാവരും ഒന്ന് കൈവീശിയേ. നിങ്ങൾ നൈറ്റും ഡേയും എല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് പലരും തോന്നണം. ഓക്കെ. ഏതായാലും നിങ്ങൾ ഉറങ്ങുമ്പോഴും ഞാൻ ഈ പറയുന്ന വചനത്തെ നിന്റെ അകത്താക്കിയിട്ടേ ഞാൻ ഉറക്കുള്ളൂ. അതുകൊണ്ട് ഉറങ്ങുന്നവരെ, ഈ വചനം നിങ്ങളുടെ അകത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിക്കോ. കേട്ടോ, ഇത് യുവാക്കളുടെ ഒരു ആർഗ്യുമെന്റ് ആണ്, അല്ലെങ്കിൽ പലരുടെയും ആർഗ്യുമെന്റ് ആണ്. സഭ തെറ്റാണ്, അവർ തെറ്റാണ്.